നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും പ്രശംസിച്ചിരിക്കുകയാണ് ശശി തരൂർ. 78 വർഷത്തിനിടെ രാജ്യത്ത് അടിസ്ഥാന നയങ്ങൾ മാറിയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിക്കുന്നുമുണ്ട്. മോദി സർക്കാർ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുകയാണ്. കേന്ദ്രീകൃത ഭരണത്തിൽ BJPയെ വിശ്വസിക്കുന്നതായും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യം ഏറെ മുന്നോട്ട് പോയി എന്നുമാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്നത്. വിവരങ്ങളുമായി നന്ദഗോപനുണ്ട്. നന്ദഗോപൻ, ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ സത്യം പറയാൻ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല എന്ന്. എങ്ങനെയാണ് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? രാഖി, ബ്രിട്ടനിൽ ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയത്. 78 വർഷങ്ങൾക്കിപ്പുറം ഭാരതം വലിയ മാറ്റങ്ങൾക്കാണ് മാതൃകയായിരിക്കുന്നത്, വലിയ മാറ്റങ്ങളിലേക്കാണ് ഭാരതം എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നരേന്ദ്രമോദി ശശി തരൂർ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെ അദ്ദേഹം എടുത്തു കാട്ടിയിരിക്കുന്നു. വലിയ രീതിയിൽ ദരിദ്രരായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ അതിൽ നിന്നും കരകയറ്റുവാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല BJP സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത് ദേശീയതയാണ് എന്നുള്ളതാണ് പ്രധാനമായും ശശി തരൂർ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ദേശീയതയ്ക്ക് കീഴിൽ ഭാരതത്തിൽ വലിയ വളർച്ച കൈവരിച്ചതായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കേന്ദ്രീകൃത ഭരണത്തിലാണ് BJP വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതായത് BJP സർക്കാരിനെയും നരേന്ദ്രമോദി സർക്കാരിനെ അടിമുടി പുകഴ്ത്തുകയാണ് ശശി തരൂർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നെഹ്റു കുടുംബത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ശശി തരൂർ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അതായത് കോൺഗ്രസിൻ്റെ തെറ്റായ നയങ്ങളെ അദ്ദേഹം തുറന്നു കാട്ടാൻ പലപ്പോഴും ശ്രമിച്ചു. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ദേശീയതയോടുകൂടി കൂടുതൽ അടുക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ചേരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ പലതരത്തിലും പരന്നിരുന്നു. എന്നാൽ ഇപ്പോഴും അത്തരത്തിൽ അദ്ദേഹം യാതൊരുവിധ സ്ഥിരീകരണങ്ങളും നടത്തിയിട്ടില്ലെങ്കിലും നെഹ്റു കുടുംബത്തിനെതിരെ ആഞ്ഞടിക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ പരസ്യമായി തന്നെ പിന്തുണയ്ക്കുന്ന സാഹചര്യവും വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ ഭാരതത്തിൻ്റെ നയം വ്യക്തമാക്കാൻ വേണ്ടി പോയ ടീമിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മാത്രമല്ല, ശശി തരൂരിൻ്റെ പട്ടിക, അല്ലെങ്കിൽ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ എവിടെയും ശശി തരൂർ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം അദ്ദേഹം ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ പോയി ഭാരതത്തിൻ്റെ നിലപാട് ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ ഈ ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദേശീയതയോട് അടുത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ഇത്തരം ഉച്ചനീചങ്ങൾക്കെതിരെ ആഞ്ഞു പോരാടുന്നു. ഒപ്പം തന്നെ ഭാരതം കൈവരിച്ച മാറ്റങ്ങൾ, അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായ പരിണാമങ്ങൾ എന്തൊക്കെയെന്നുള്ളത് അദ്ദേഹം ഇതിനോടകം തന്നെ പലതവണ തുറന്നു പറഞ്ഞതാണ്. ഇപ്പോൾ വിദേശ രാജ്യത്തും ബ്രിട്ടനിൽ നടന്ന പരിപാടിയിലും അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തി രംഗത്തെത്തി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. രാഖി, നന്ദഗോപൻ, അതുപോലെ തന്നെ മോദി സർക്കാരിനെ പുകഴ്ത്തുന്നതിനൊപ്പം തന്നെ അടിയന്തരാവസ്ഥയടക്കം ഇരുണ്ട കാലഘട്ടമെന്ന് അദ്ദേഹം ഇന്നലെ വിശേഷിപ്പിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ വലിയ വെപ്രാളമുണ്ട് ശശി തരൂരിൻ്റെ ഓരോ പ്രതികരണങ്ങൾ വരുമ്പോഴും. ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞത് ശശി തരൂർ തീരുമാനിക്കട്ടെ ആദ്യം ഏത് പാർട്ടിയിലാണ് എന്നൊക്കെ. ഈ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശശി തരൂരിൻ്റെ വെളിപ്പെടുത്തലുകൾ, തുറന്നു പറച്ചിലുകളൊക്കെ വരുമ്പോൾ വല്ലാതെ വെടി പൊട്ടുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്ന നയമാണ് പലപ്പോഴും ശശി തരൂർ സ്വീകരിക്കാറ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ പലപ്പോഴും വ്യക്തമായതാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൻ്റെ ഇരുണ്ട ഓർമ്മകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനം വളരെ വിവാദമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തെ പേരെടുത്ത് വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ദിരയെ പേരെടുത്ത് വിമർശിച്ചു, സഞ്ജയ്യെ പേരെടുത്ത് വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ നെഹ്റു കുടുംബം രാജ്യത്ത് വരുത്തി വെച്ച എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ എന്നുള്ളത് അദ്ദേഹം തുറന്നു കാട്ടുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ ശശി തരൂരിനെതിരെ കോൺഗ്രസിനുള്ളിൽ വലിയ പടയൊരുക്കം തന്നെ നടക്കുകയാണ്. നേരത്തെ മുരളീധരൻ ചോദിച്ച പോലെ ദേശീയ തലത്തിലും പല നേതാക്കളും ഇതേ ചോദ്യം തന്നെ ഉയർത്തുന്നുണ്ട്. ശശി തരൂർ ഏത് പാർട്ടിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം നിലപാട് പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം പല നേതാക്കളുടെ ഭാഗത്തുനിന്നും ദേശീയ തലത്തിൽ പോലും ഉയർന്നു കഴിഞ്ഞു. കാരണം നിരന്തരം നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിക്കുകയും ഒപ്പം തന്നെ ഈ ഭാരതത്തിലുണ്ടായ
ഉണ്ടായ മാറ്റങ്ങൾ, കഴിഞ്ഞ 10 വർഷമായ മാറ്റങ്ങൾ അത് കൃത്യമായി രാഷ്ട്രീയം നോക്കാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈര്യത്തിൻ്റെ ബലത്തിലല്ലാതെ അദ്ദേഹം അത് യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്ന സ്ഥിതിവിശേഷമുണ്ട്. പലപ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം തന്നെ അനിഷ്ടങ്ങൾക്ക് അത് കാരണമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സ്വാഭാവികമായും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരയെ അടക്കം പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കില്ലാത്തുള്ള ഒരു വലിയ ധൈര്യമാണ് ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെപ്പറ്റി കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ മൗനം പാലിക്കുന്ന സാഹചര്യത്തിലാണ് ശശി തരൂർ ഈ അടിയന്തരാവസ്ഥ കാലത്തെ ഇരുണ്ട ഓർമ്മകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയാണ് ഇതിന് നേതൃത്വം നൽകിയെന്നും ഇന്ദിരയുടെ കൊടും ക്രൂരതകളാണ് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചതെന്നും അടിയന്തരാവസ്ഥ കാലത്തടക്കം സഞ്ജയ് ചെയ്തിരുന്ന കാര്യങ്ങൾ, അതായത് വന്ധീകരണം അടക്കം നടത്തി അതേപോലെ തന്നെ ചേരികളും ഒഴിപ്പിക്കുന്നതിൻ്റെ പേരിൽ നിരവധി ആൾക്കാരെ, ആയിരക്കണക്കിന് ആൾക്കാരെ തെരുവിലേക്ക് ഇറക്കിയ കഥയുമൊക്കെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ലേഖനത്തിൽ കൃത്യമായി തന്നെ എഴുതുകയുണ്ടായി. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് ബ്രിട്ടനിൽ അവിടെ ഒരു സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം ഇപ്പോൾ ഭാരതത്തിൻ്റെ സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 78 വർഷങ്ങൾക്കപ്പുറത്തേക്ക് രാജ്യം വലിയ പരിണാമപരമായ മാറ്റങ്ങൾക്കാണ് വേദിയായത് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. രാഖി, ശരി നന്ദൻ. നരേന്ദ്രമോദി സർക്കാരിന്റെ വീണ്ടും പ്രശംസിക്കുകയാണ് ശശി തരൂർ. 78 വർഷത്തിനിടെ രാജ്യത്ത് അടിസ്ഥാന നയങ്ങൾ മാറിയെന്ന് തരൂർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിക്കുന്നുമുണ്ട്. മോദി സർക്കാർ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുകയാണ്, അത് രാജ്യത്തിന് ഗുണം ചെയ്യുന്നുമുണ്ട്. കേന്ദ്രീകൃത ഭരണത്തിൽ BJPയെ വിശ്വസിക്കുന്നതായും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യം ഏറെ മുന്നോട്ട് പോയ കാര്യവുമൊക്കെ ശശി തരൂർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ പ്രേക്ഷകർ ഇത് സംബന്ധിച്ച് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രകാശൻ വേലിക്കുട്ടി പറയുന്നുണ്ട് തരൂർ സത്യം വിളിച്ചു പറയുകയാണ് എന്ന്. രാജേഷ് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട് ശശി തരൂർ നല്ല കഴിവുള്ള വ്യക്തിയാണ് എന്ന്. അത്തരത്തിൽ കഴിവുള്ള വ്യക്തികൾ രാജ്യത്തിന് ഏറെ ഗുണം ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ് മോദി സർക്കാരിൻ്റെയും നിലപാട്. ആ നിലപാട് തന്നെയാണ് ശശി തരൂർ സ്വീകരിക്കുന്നതും. ഇത് തന്നെയാണ് കോൺഗ്രസിനെ വിരളി പിടിപ്പിക്കുന്നതും.